എല്ലാ ശ്രോതാക്കൾക്കും ധന്യനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അതിൻ്റെ 12-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. പത്രോസിനെ പിടിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ആ കാലത്ത് ഹേരോദാവ് സഭയിൽ വലിയ പീഡനത്തിൽ കടന്നു പോകുമ്പോൾ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ പിടിച്ചപ്പോൾ അവർക്ക് എന്നെ സന്തോഷമായി. പത്രോസിനെ അടുത്ത ദിവസം അവനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പത്രോസിനെ കഴുത്തറുത്ത് കൊല്ലാൻ ഹേരോദാവ് പദ്ധതി ഒരുക്കിയപ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോന്നു. പത്രോസ് കിടക്കുന്ന എവിടെയാന്ന് ചോദിച്ചാൽ, കാരാഗ്രഹത്തിന്റെ ഏറ്റവും അകത്ത്, ഏതാണ്ട് 16ഓളം ചേവകർ കാവൽ നിൽക്കുന്നതിന്റെ അകത്ത് കൈകാൽ ബന്ധിക്കപ്പെട്ടവരായി പത്രോസ് ഉറക്കമാണ്. എന്നാൽ സഭയ്ക്ക് വിഷയം പത്രോസ് എവിടെയാണെന്നുള്ള വിഷയം. പത്രോസ് പുറത്തു വരണം. എന്നാൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതൻ പത്രോസ് കിടക്കുന്ന സ്ഥലത്തിറങ്ങി പത്രോസിനെ വിടുവിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സഭയുടെ അകത്ത് വന്നെങ്കിൽ, ഇന്ന് നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലെന്ന് ലോകം വിധിയെഴുതുമ്പോൾ, ഇന്ന് ഈ നിമിഷം ഞാൻ വിളിച്ചു പറയുകയാണ്, വിശ്വാസത്തോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഉണ്ട്. ആ ഏത് പ്രശ്നത്തിന് നടുവിൽ നിന്റെ വിഷയമായാലും എന്നെ ദൈവം നിനക്ക് വേണ്ടി അനുഭവങ്ങൾ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.